വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം CPM പോഷക സംഘടനകളും ഇതുവരെ പുലർത്തിയ സമീപനത്തിൽ നിന്നുള്ള മാറ്റമായി മാറി. മാറ്റം 15 വർഷം വൈകിയെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ വൈസ് ചെയർമാൻ TP ശ്രീനിവാസൻ പ്രതികരിച്ചപ്പോൾ വിദേശ നിക്ഷേപത്തെപ്പറ്റി തീരുമാനമെടുത്തിട്ടില്ല എന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. ഈ ദൃശ്യങ്ങൾ മലയാളി മറന്നിട്ടുണ്ടാവില്ല. കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമത്തിനെത്തിയപ്പോൾ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷന് നേരെ SFI പ്രവർത്തകർ നടത്തിയ അതിക്രമമാണ്. വിദേശ നിക്ഷേപത്തിനെതിരായിരുന്നു അന്നത്തെ രോഷം. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറി. സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനൊപ്പം വിദേശ സർവകലാശാലകളെ കൂടി മനം തുറന്ന് സ്വാഗതം ചെയ്യുന്നതാണ് KN ബാലഗോപാലിന്റെ ഇത്തവണത്തെ ബജറ്റ്. ഇതിനായി വിവിധ തരത്തിലുള്ള ഇളവുകൾ നൽകുമെന്ന നിക്ഷേപക പോളിസിക്കും രൂപം നൽകുമെന്നും ബജറ്റിലുണ്ട്. വൈകിപ്പോയെങ്കിലും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് TP ശ്രീനിവാസന്റെ നിലപാട്. പക്ഷേ 15 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു ജനറേഷൻ ഓഫ് സ്റ്റുഡൻസ് സഫർ ചെയ്തു. ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതായതുകൊണ്ട് ഇതെന്തോ ഒരു CIA ആണോ എന്നൊക്കെ അവർ പ്രചരിപ്പിച്ചു. സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുമ്പോഴും വിദേശ നിക്ഷേപം അംഗീകരിക്കാനുള്ള പൂർണ്ണ മനസ്സ് ഇപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിലില്ല. വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിലൊന്നും മൂർത്തമായ തീരുമാനങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അത്തരം സാധ്യതകൾ ആരായും എന്നുള്ളതാണ് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. UGC മാർഗനിർദ്ദേശങ്ങളെ പിന്തുടർന്നാണ് വിദേശ സർവകലാശാലകളെ എത്തിക്കാനുള്ള നീക്കം. പക്ഷേ ഇതേ UGC മാർഗനിർദ്ദേശത്തെ 2023 ജനുവരിയിൽ CPM PB എതിർത്തിരുന്നതായി വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ CPM എറണാകുളം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നയരേഖയാണ് ഇക്കാര്യത്തിൽ മാറ്റം അനുകൂലിക്കുന്നവരുടെ പിടിവള്ളി. മീഡിയ 1 തിരുവനന്തപുരം.